ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയാണ്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ, സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴിഞ്ഞ സർ എന്ന ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെ പ്രേക്ഷകരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾ കാണുന്ന ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ് 048428305110 0484283050. പ്രേക്ഷകർക്ക് നിങ്ങളുടെ വാർത്തകൾ, നിങ്ങൾ അറിയുന്ന വാർത്തകൾ, അതേപോലെ തന്നെ ദൃശ്യങ്ങൾ ഇതൊക്കെ വാട്സാപ്പിലൂടെയും ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. നമ്പർ 6235968937 6235968937. വർദ്ധിച്ചു വരുന്ന സംസ്ഥാനത്തെ ലഹരി ഉപയോഗവും അക്രമവും സഭയിൽ ഇന്ന് ചർച്ചയായി. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വിശദീകരിച്ചപ്പോൾ പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരാ എന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണം എന്നതുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. ചൂടേറിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും വ്യക്തിപരമായ വാക്പോരിലേക്കുമൊക്കെ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നിയമസഭ സാക്ഷിയായി. ആ വിഷയങ്ങളിലേക്കോ ആ വിവാദങ്ങളിലേക്കോ അല്ല നമുക്ക് കടക്കേണ്ടത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഒരുമിച്ച് പൊരുതാൻ നമ്മളെല്ലാം തയ്യാറാകണം. അതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടാകും. പൊതുസമൂഹം, പൊതുജനം കഴുതയല്ല. നമുക്ക് ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങൾ കാണാം. സമീപകാല അക്രമ സംഭവങ്ങളിൽ ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിച്ചത്. ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതോടെ തുടക്കം തർക്കത്തിലായിരുന്നു. എന്നാൽ പിന്നീട് സഭയിൽ നടന്നത് ക്രിയാത്മകമായ ചർച്ചയാണ്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റ് കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത് ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഒരു. അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേയാളെ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ നിയമസഭയിലെ ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത് ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ. തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അത് നാടിന്റെ കൂടി നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. വാട്ട് ഈസ് സെഡ് ആൻഡ് ഡിസ്കസ്ഡ് എന്നുള്ളതല്ല, എന്തൊക്കെ പറഞ്ഞു ചർച്ച ചെയ്തു എന്നല്ല, വാട്ട് ഈസ് ഡൺ എന്നുള്ളതാണ്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്, എന്താണ് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് സഭയിലെ ചർച്ചയിലോ അല്ലെങ്കിൽ സംവാദങ്ങളിലോ ബോധവൽക്കരണത്തിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു ക്രിയാത്മകമായി ഈ വിപത്തിനെ നേരിടാൻ എന്നതാണ്. ഷിജി ജോസഫ് എന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി ഈ യൂട്യൂബിൽ കുറിക്കുന്നു. ടേക്ക് എവേ ദ മൊബൈൽ ഫോൺ ഫസ്റ്റ് ഫ്രം എവരി ചിൽഡ്രൻ. ഓരോ കുട്ടിയിൽ നിന്നും മൊബൈൽ ഫോൺ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഷിജി, പുതിയ കാലമാണ്, സാങ്കേതിക വിദ്യയുടെ കാലമാണ്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും സാങ്കേതിക വിദ്യയുമായി ചേർന്ന് നിൽക്കുന്ന കാലമാണ്. മൊബൈൽ ഫോണുകളെ പൂർണ്ണമായി മാറ്റുക എന്നത് പ്രായോഗികമല്ല. പക്ഷേ ഷിജി പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ എന്ത് സെർച്ച് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ എന്താണ്, അവർ ആരെയാണ്
ഗൂഗിളിലൂടെ തിരയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പാരന്റ് കൺട്രോൾ വേണം എന്നത് ഷിജി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഷാഫി കൊമേരി എഴുതുന്നു, ലഹരി ഒന്ന് തുടച്ചു നീക്കിയാൽ തന്നെ എല്ലാ ക്രൂരതകളും അവസാനിക്കും. ഷാഫി, അതിനകത്ത് ഒരു സംശയവുമില്ല. ഈ മിക്ക കൊലപാതകം അടക്കമുള്ള ക്രൂരകൃത്യങ്ങൾക്കും പിന്നിൽ ലഹരിയുടെ ഒരു ഡ്രഗ് അഡിക്റ്റഡ് ക്രൈംസ് ആണ് കേരളത്തിൽ കുട്ടികൾക്കിടയിൽ കൂടി വരുന്നത് എന്ന് നമുക്ക് സമീപകാലത്തെ സംഭവങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രുക്മിണി പറയുന്നു, എല്ലാ മുക്കിലും മൂലയിലും CCTV ക്യാമറയും നിർബന്ധമായും ഉണ്ടാകണം. അമ്മമാരെയും കുട്ടികളെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ബോധവൽക്കരണം രുക്മിണി പല ഇടങ്ങളിലായി നടക്കുന്നുണ്ട്, എത്രയോ കാലമായി നടക്കുന്നു. പക്ഷേ അതൊന്നും ആ അർത്ഥത്തിൽ ഫലം കാണുന്നില്ല. പലപ്പോഴും നമ്മുടെ ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 10, 11, 13 വയസ്സുള്ള പെൺകുട്ടികളടക്കമുള്ളവരാണ് അവിടെ ചികിത്സ തേടി എത്തുന്നത് എന്നത് സത്യത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർ എന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സംഭവങ്ങളാണ്. ഇനി കേരളം നന്നാകാൻ പോകുന്നില്ല എന്ന് പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നു. പവിത്രൻ, താങ്കൾ ഒരു സിനിക്കലായിട്ടായിരിക്കും, വളരെ പെസിമിസ്റ്റിക് ആയിട്ടാണ് താങ്കൾ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. കേരളം നന്നാകും. അത് നന്നാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും. സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷഹബാസ് മരിച്ചതിന്റെ ഞെട്ടൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് ഇനിയും വിട്ടുമാറിയിട്ടില്ല. മർദ്ദനത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. സമര പരമ്പരകൾക്കിടെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച സെന്ററിലായിരുന്നു അവർ പരീക്ഷ എഴുതിയത്. സെന്ററിലേക്ക് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നഞ്ചക്കും മറ്റു പ്രതികളുടെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത 4 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും അടക്കമാണ് കോടതിയിൽ ഹാജരാക്കിയത്. താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇവ ഹാജരാക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ മാർച്ച് ജുവനൈൽ ഹോമിലേക്ക് നടന്നു. KSU, യൂത്ത് കോൺഗ്രസ്, MSF പ്രവർത്തകർ പലതവണ പ്രതിഷേധിച്ചു. 2 തവണ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിയ പ്രവർത്തകർ ഉൾപ്പെടെ 80 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്നത്തെ പരീക്ഷ പൂർത്തിയാക്കി 11:15 വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് സെന്റർ മാറ്റിയത്. ഒരു കേസിലെ പ്രതി അയാൾക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കേസിലേക്ക് അത് പരിഗണിക്കരുതെന്നാണ്. എന്നിരുന്നാലും ഉണ്ടെങ്കിൽ അയാളുടെ ഈ കേസിലേക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ ഉപകരിക്കുന്നത് എടുക്കുക. ഒന്നാം പ്രതിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിലും ഷഹബാസിന്റെ കൊലപാതകത്തിൽ പങ്കെടുത്തതിന് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് റൂറൽ SP KE ബൈജു പറഞ്ഞു. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പരസ്യമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിവിധ ഹാഷ്ടാഗുകളോടെ ഓൺലൈൻ പ്രതിഷേധങ്ങളും തുടരുകയാണ്. പരീക്ഷ അവസാനിക്കുന്നത് വരെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. യൂട്യൂബിൽ വരുന്ന സന്ദേശങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഒക്കെ തന്നെ എത്രത്തോളം കൺസേൺഡ് ആണ്, എത്രത്തോളം ആശങ്കയോട് കൂടിയാണ് ഈ വാർത്തകളൊക്കെ കാണുന്നത്. അവർക്കെല്ലാം ഇതിൽ കനത്ത ആശങ്കയുണ്ട്, എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൽ ആകാംക്ഷയുണ്ട്. അവരുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയും ഭയവും ഒക്കെ പൊതുസമൂഹത്തിനുണ്ട്. ലോമോൻ കുര്യാക്കോസ് എഴുതുന്നു, വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരുന്നത് നിരോധിക്കണം. കുട്ടികളെ 6 മാസം കൂടുമ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കണം. ശരിയാകാത്തവരെ പുറത്താക്കുക. ലോമോൻ പറഞ്ഞതുപോലെ തന്നെ ഫോണിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അത് മാത്രമല്ല, അവർ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടികളിൽ പലർക്കും അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അവർ ചെന്നുപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അത് തുറന്നു പറയാൻ ആളുകളില്ലാത്ത, അത് കേൾക്കാൻ ആളുകളെ കിട്ടാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. കാരണം രക്ഷിതാക്കളും പലപ്പോഴും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനായി അവരും മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട്. അധ്യാപകർക്ക് വടി കൊടുക്കുക, അവർ വിദ്യാർത്ഥികളുടെ കുറ്റകൃത്യങ്ങൾ തടയുമെന്ന് ടോമി പറയുന്നു. ടോമി, പുതിയ കാലത്ത് ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചൊക്കെ പറയുകയും അതിന് നിയമപരിരക്ഷയും കിട്ടുന്ന നമ്മുടെ കാലത്ത് അധ്യാപകർക്ക് വടി കൊടുത്ത് അടി കൊടുത്ത് കുട്ടികളെ ശരിയാക്കുക എന്നത് ഈ കാലത്തിന് എത്രത്തോളം യോജിച്ചതാണ് എന്ന സംശയമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് കുറെ കൂടി സൗഹൃദ മനോഭാവത്തോടുകൂടി കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്കിടയിൽ ഒരാളായി അധ്യാപകയ്ക്കോ മാറാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും
നല്ല കാര്യം. ആ രീതിയിലേക്ക് സമൂഹത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങൽ, ആ തരത്തിലൊരു പരസ്പര ആശ്രിതത്വത്തോടു കൂടിയുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇനി ആശാ വർക്കർമാരുടെ സമരം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രതിബന്ധം ഉണ്ടായാലും തങ്ങൾ സമരരംഗത്ത് തുടരും എന്ന് ആശാ വർക്കർമാർ അവരുടെ ദൃഢനിശ്ചയത്തോടു കൂടി അവർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ സമരം ദിനം പ്രതി ശക്തമാവുകയാണ്. സമരത്തിൻ്റെ 22ാം ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് ഇന്ന് നിയമസഭാ മാർച്ച് നടത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സമരക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. സമരക്കാർ ഉയർത്തിയ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്നാരോപിച്ചാണ് മാർച്ച്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നിവയാണ് ആവശ്യം. ഞങ്ങളെ അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, ഈർക്കിരികളെന്ന് പറഞ്ഞു. ഞങ്ങളിന്ന് എല്ലാ ഈർക്കിരികളും ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നണിയൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ഭ്രഷ്ടില്ല. പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ഒരേപോലെ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്തത്. കെ രമ MLA മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ചർച്ചയ്ക്ക് തയ്യാറായി ഇവരുന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിൻ്റെ സർക്കാർ തയ്യാറാകണം. കേരളത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കേരളത്തിൽ പരിഹരിക്കണം. അതാണ് ഇവിടുത്തെ ആശമാരുടെ ആവശ്യം. അതിനെ പരിഹസിച്ചതുകൊണ്ടോ പുച്ഛിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. ആ സമരം ന്യായമായൊരു കാര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം ആ സമരപന്തലിൽ എത്തി അവർക്ക് പിന്തുണ നൽകിയത്. ഇപ്പോൾ അവരെ ശത്രുക്കളെ പോലെ കാണുകയാണ്. ഇപ്പോൾ അവരെ പരിഹസിക്കാൻ വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേറെ പരിപാടി നടത്തുന്നു. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിൻ്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ആദ്യം പരിഹാസം, പിന്നാലെ ഭീഷണി, ഇപ്പോൾ അവഗണന. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് സർക്കാരിന്റെ സമീപനം ഇങ്ങനെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആദ്യ ദിവസങ്ങളിൽ സമരത്തിനെത്തിയതെന്നും അവരെല്ലാം ഇപ്പോൾ തിരികെ ജോലിയിൽ കയറിയെന്നുമായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. അത് വെറും അവകാശവാദം മാത്രമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് സമരത്തിന് കണ്ട ആൾക്കൂട്ടം. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സ്വകാര്യ സർവകലാശാല ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ്, ഈ സ്വകാര്യ സർവകലാശാല ബിൽ അതൊരു സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. എന്താണ് ഭരണപക്ഷം ഇക്കാര്യത്തിലെടുത്ത നിലപാട്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? പ്രതിപക്ഷം പ്രധാനമായി ഈ ബില്ലിൽ നിന്നുള്ള ചില നിയമപ്രശ്നങ്ങളും ബില്ലിൽ തട്ടിക്കൂട്ടിയതാണ് എന്നുള്ള ആരോപണങ്ങളുമായിരുന്നു ഉന്നയിച്ചത്. അതേസമയം ഈ ബില്ല് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഭരണപക്ഷ അംഗങ്ങൾ ചർച്ചയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലും ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെച്ചിട്ടും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. എന്തായാലും സബ്ജക്ട് കമ്മിറ്റി ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ചേർന്ന് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ഈ ബില്ല് നിയമമാക്കാനുള്ള തീരുമാനമാണ് സർക്കാരിനുള്ളത്. ഈ സഭാ സമ്മേളന കാലയളവിൽ 27-ാം തീയതി സബ്ജക്ട് കമ്മിറ്റിയുടെ ഭേദഗതികളോടുകൂടി ബില്ല് പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഭാ കാലയളവ് കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാകും. അതോടുകൂടി സംസ്ഥാനത്ത് പുതിയ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് നിക്ഷേപങ്ങൾ നടത്താനും പുതിയ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനും കഴിയും. അതേസമയം സർവകലാശാല ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. മറ്റൊരു ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല. നേരത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഗവർണറുടെ മുൻകൂർ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കാത്തത്. ഗോപികൃഷ്ണൻ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ സർവകലാശാല ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.
നേരത്തെ നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ വാർത്തയാണ്. ഷഹദ് റഹ്മാൻ ആ വാർത്തയുമായി നമ്മൾക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ മൂത്ത സഹോദരൻ അനുജന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 23-കാരനായ അഭിനന്ദിനാണ് പരിക്കേറ്റത്. ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതി അർജുനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഹദ്, ഈ അർജുൻ ലഹരിക്ക് അടിമയായിരുന്നു, എന്താണ് പോലീസ് പറയുന്നത്? സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ ഏട്ടൻ അതായത് ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരി ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലക്ക് വെട്ടേറ്റിട്ടുള്ളത്. അഭിനന്ദിന്റെ ഏട്ടനാണ് വെട്ടിയിട്ടുള്ളത്. വൈകിട്ട് 5:15 ഈ സംഭവം നടക്കുന്നത്. ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെട്ടേറ്റ ഉടൻ തന്നെ ബന്ധുക്കൾ ഇത് കാണുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ബന്ധുക്കൾ കയറി ഇടപെടുകയും ഈ വാള് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇപ്പോൾ ഈ സഹോദരൻ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സഹോദരന്റെ നില ഗുരുതരമാണോ? നിലവിൽ കഴുത്തിനാണ് വെട്ടേറ്റത് തലയ്ക്കാണ് വെട്ടേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ്. പക്ഷേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആശുപത്രി അധികൃതർ വേണ്ട ചികിത്സ നൽകി വരുന്നുണ്ട്. ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയുടെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. പലരും കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. റീന സതീശൻ സ്ഥിരമായി സന്ദേശങ്ങൾ അയക്കുന്ന പ്രേക്ഷകയാണ്. റീന പറയുന്നു, കുറച്ചു വർഷം മുന്നേ വരെ രാഷ്ട്രീയ കൊലപാതകം ആയിരുന്നു നമ്മുടെ പേടി സ്വപ്നം. ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ ലഹരിയും ക്രിമിനലിസവുമാണ് പേരൻസിനെ പേടിപ്പിക്കുന്നതെന്നാണ് റീന. ഞാനും ഒരു പാരൻ്റാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. ശിവകുമാർ പറയുന്നു, കൊലപാതകങ്ങളുടെ പരീക്ഷ സമൂഹത്തിന് ബാഡ് മെസ്സേജ് കൊടുക്കുന്നു. സമൂഹത്തിന് മാതൃകയാകേണ്ട സർക്കാർ നിസ്സംഗത പാലിക്കുന്നു. പിന്നെ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പല ഘടകങ്ങൾ ചേർന്നാണ് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതിൽ ഏതൊക്കെയാണ് ആദ്യം നമ്മൾ തുടച്ചു മാറ്റേണ്ടത്, എവിടെയൊക്കെയാണ് ആദ്യം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നത് ആലോചിക്കേണ്ടത്. പക്ഷേ ശിവകുമാർ പറഞ്ഞതുപോലെ സർക്കാരിനാണ് ഇതിലെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഉള്ളത്. കാരണം നമ്മുടെ സ്വൈര ജീവിതത്തെ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സമയമായാലും. ബീന പറയുന്നു, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന സഹോദരങ്ങൾ എങ്ങനെ കൂടപ്പിറപ്പിനെ എന്ന് പറഞ്ഞ് അർദ്ധവിരാമത്തിൽ നിർത്തുന്നു ബീന. അത് സംഭവിക്കുന്നത് ബീന സ്വബോധത്തിലായിരിക്കില്ല, ലഹരിയുടെ നിയന്ത്രണത്തിലായി മാറിയിട്ടുണ്ടാവും അയാളുടെ ബുദ്ധിയും മസ്തിഷ്കവും ഒക്കെ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് ആ റിപ്പോർട്ടുകൾ നമുക്ക് നൽകിയത്. എറണാകുളം കലൂരിൽ നഗരത്തിന്റെ ഒത്ത നടുക്ക് വേലിയേറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ ദൈന്യതയിലേക്കും അവരുടെ ജീവിത പ്രയാസങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. മലിനജലം അടുക്കളയിലും ശുചിമുറികളിലും കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭീഷണിയിലാണ് ഇവർ കഴിയുന്നത്. 200ഓളം കുടുംബങ്ങളാണ് അഴുക്കുവെള്ളത്തിന്റെ ദുർഗന്ധത്തിൽ ജീവിതം തള്ളി നീക്കുന്നത്. അമൽ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി പൊതുജനം കഴുതിയിലസർ എന്ന ഈ പരിപാടി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എറണാകുളം ലിസി ഹോസ്പിറ്റലിനൊക്കെ അടുത്തുള്ള അംബേദ്കർ നഗറിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വേലികയറ്റം ഒരു തീരാ തലവേദനയായി മാറിയത് ഇന്നോ ഇന്നലെയല്ല. പല അധികാരികളുടെയും വാതിൽ പടിക്കൽ ഇവർ പലവട്ടം മുട്ടുകയുണ്ടായി. എന്നാൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. മലിനജലം, കറുത്തിരുണ്ട മലിനജലം, ഹോസ്പിറ്റൽ വേസ്റ്റ് അടക്കം ഉൾപ്പെട്ടുണ്ട് എന്ന് ആരോപണമുള്ള ഈ മലിനജലം ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. കുടുംബങ്ങളിലേക്ക്, വീട്ടകങ്ങളിലേക്ക് ഈ വെള്ളം കയറി വരുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് ഉയർത്തുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തെ നിവാസിയായിട്ടുള്ള, കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ഒരാൾ തന്നെ നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് പറയും. എന്താണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് എപ്പോഴത്തൊട്ടാണ്? ഇപ്പം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കൂടുതലായി ഞങ്ങൾക്ക് ഇവിടെ ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്. നമ്മൾ പലരോടും നമ്മളിത് പറഞ്ഞു, പക്ഷെ നമുക്കിതിനൊരു സൊല്യൂഷനും കിട്ടണില്ല. എന്നിട്ട് ഞങ്ങൾ ഈ വേലിയേറ്റം വരുമ്പോഴേക്കും ആ ഭാഗത്തൊരു കാണയുണ്ട് ഞങ്ങൾക്ക്. ആ കാണലൊരു ഷട്ടർ പോലെ വെച്ചു. ഷട്ടർ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ വെള്ളം അപ്പുറത്തേക്ക് ആ വലിയ കൊട്ടേക്കനാൽ റോഡിലേക്ക് നമ്മൾ അടിച്ച് വെച്ചു. ബണ്ട് കെട്ടാതെ തന്നെ. പക്ഷെ എന്നാലും നമുക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ വന്നപ്പോഴേക്കും ഇത്ര വെള്ളമുള്ളൂ, ഭയങ്കര രൂക്ഷമായിട്ടുള്ള വെള്ളമായിട്ട് വരുന്നു. ചെറിയൊരു മഴ ഇപ്പോൾ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. പലരോടും പറഞ്ഞിട്ടും പറയുമ്പോൾ ഈ ജനപ്രതിനിധികൾ, കൗൺസിലർമാർ, അവരുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഇവർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ ഫണ്ടില്ല, ഫണ്ട് തീർന്നു എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത വട്ടത്തെ ഫണ്ടിനെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഫണ്ട് ഉണ്ടായാലും ഇതെന്തായാലും എത്ര നാളെ ഇപ്പോൾ ഈ റോഡ് പുതുക്കി പണിതിട്ട് കുറച്ച് നാളുകളായി ഇതിപ്പോൾ, അപ്പോഴും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വരുന്നില്ല. ഈ ഭയങ്കരമായ ദുർഗന്ധമാണ്, കുടുംബത്തിലുള്ളവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടല്ലേ ചെയ്യും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലത്ത് വന്ന് വെള്ളം കയറും, രാത്രി വന്ന് വെള്ളം കയറും, എല്ലാ ദിവസവും ഇത് തന്നെയാണ്. വീട് ക്ലീൻ ചെയ്യും, പിന്നെയും കയറും, പിന്നെയും ക്ലീൻ ചെയ്യും, പിന്നെയും കയറും, ഇത് തന്നെ പരിപാടി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ താന്ന് കിടക്കണത് കൊണ്ട് ഇവിടെ പൊക്കണമില്ല. ഈ പ്രദേശത്ത് താന്ന് ഇത്തിരി കിടക്കണതുകൊണ്ട് ഇവിടുത്തെ കൗൺസിലർ അവർ വരുന്ന ഇതിനെക്കുറിച്ച് ചിന്തിക്കണം കൂടിയില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ജനപ്രതിനിധികൾ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീട്ടകങ്ങളിലേക്ക് വെള്ളം കയറുന്നതും വേലിയേറ്റത്തിനെ തുടർന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൊച്ചിക്ക് പുതിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് കൊച്ചിയുടെ ഭരണാധികാരികളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യുവാൻ ബാധ്യസ്ഥരുമാണ്. അമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് നഗരപ്രദേശമാണ്. കലൂർ നഗരത്തിൽ, അതായത് നഗരത്തിന്റെ ഒത്ത നടുക്കാണ് ഈ വേലിയേറ്റം കൊണ്ട് ഈ ജനങ്ങൾ ഇങ്ങനെ അവിടേക്ക് എത്തുന്ന ഈ മലിനജലം കൊണ്ട്, അതിന്റെ ദുർഗന്ധം ശ്വസിച്ചുകൊണ്ട് അത് ഉണ്ടാക്കുന്ന രോഗാതുരമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവർ എത്രയോ കാലമായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമം നടത്തുന്നു. ഫണ്ടില്ല എന്നാണ് അവരോട് ജനപ്രതിനിധികൾ പറയുന്നത് എന്നാണ് അതിലൊരു വീട്ടമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കട്ടെ. ഈ പ്രശ്നം കൊച്ചിയുടെ, നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശികൾ എത്തുന്ന, ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന നമ്മുടെ നാടിൻ്റെ നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ മനുഷ്യർ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിയുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. അമൽ സുരേന്ദ്രനാണ് ഈ വാർത്ത നമുക്ക് എത്തിച്ചിരിക്കുന്നത്. അമൽ തന്നെ ഈ കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റൌത്ത് ഒരു സന്ദേശമായി എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ ഷഫീദിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാം. തിരുവനന്തപുരത്താണ് സ്കൂൾ കെട്ടിടത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്കൂളിലെ ക്ലർക്ക് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നതായിരുന്നു പരാതി. തിരുവനന്തപുരത്തെ പരുത്തിപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന എബ്രഹാം ബെൻസൺ ആണ് മരിച്ചത്. കുട്ടിയുടെ പിതാവിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ് റൌത്തർ ഈ വാർത്ത നമ്മൾ അറിയിക്കുകയാണ്. ആലപ്പുഴയിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന എലവേറ്റഡ് ബൈപ്പാസ് ഹൈവേയുടെ 4 ഗർഡറുകൾ ഇന്ന് തകർന്നു വീണു. രാവിലെ ബീച്ചിന് സമീപം വിജയ പാർക്കിനോട് ചേർന്നുള്ള 17-18 പില്ലറുകൾക്കിടയിലെ 4 ഗർഡറുകളാണ് തകർന്നു വീണത്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. ജില്ലാ കലക്ടർ അലക്സ് വർഗീസും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് മാനേജറും സ്ഥലം സന്ദർശിച്ചു. വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പലരും പറയുന്നത് ചില ആളുകൾ തൊട്ടടുത്ത് ഈ ഗഡറുകൾ വീണതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അത് സാധാരണ നിൽക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ മാറി നിന്നത് കൊണ്ടാണ് ഇന്ന് ഈ വലിയ അപകടം ഉണ്ടായത്. ഇതൊരു തികഞ്ഞ അനാസ്ഥയാണ്. ഈ അനാസ്ഥ, ഇത് കാരണക്കാരാരാണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തണം. ഒരിടത്തും ഇത് ആവർത്തിക്കാൻ പാടുന്നതുമല്ല. നമുക്ക് ഈ റിപ്പോർട്ട് കാണാം. പകൽ 10:58 അത്യുഗ്ര ശബ്ദത്തോടെയാണ് 4 ഗർഡറുകൾ നിലം പതിച്ചത്. സംഭവത്തെപ്പറ്റി ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെ: അവിടെ നിന്ന് ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്, ഫ്രണ്ടിൻ്റെ വീടാണ് അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്നു ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണു. പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റയടിക്കാൻ വീണു. സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മീതെയാണ് ഗർഡറുകൾ പതിച്ചതെങ്കിലും സംഭവ സമയത്ത് അതിനുള്ളിൽ തൊഴിലാളികളോ സമീപത്ത് മറ്റാളുകളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. എന്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുങ്ങി. വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. നിർമ്മാണത്തിലെ പിഴവുകളാണ് ഗർഡറുകൾ തകരാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും സംഘടിച്ച് സംഭവ സ്ഥലത്ത് പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇപ്പോൾ തന്നെ കരാറുകാരുടെ ആളുകൾ വന്ന് ആ താഴെ കിടക്കുന്ന ബീം അത് JCB ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോകാൻ മാറ്റി നോക്കാൻ ഉള്ള ശ്രമം നടത്തുക. അപ്പോൾ ഇത് ഒരു ശാസ്ത്രീയമായ പഠനത്തിന് പരിശോധനയ്ക്കുള്ള തടസ്സം അവർ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ഓരോന്നിനും 90 ടണ്ണോളം ഭാരം വരുന്ന 4 പടുകൂറ്റൻ ഗർഡറുകളാണ് അത്യുഗ്ര ശബ്ദത്തോടെ നിലം പതിച്ചത്.
സംഭവത്തിൽ സമീപത്ത് ഒരു വീടിന് ഭാഗികമായി തകരാറുണ്ടായിട്ടുണ്ട്. 3 ആഴ്ച മുൻപാണ് കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് പില്ലറുകൾക്ക് മീതെ ഗർഡറുകൾ സ്ഥാപിച്ചത്. തകർന്നു കിടക്കുന്ന പില്ലറുകൾക്കടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരുമില്ല എന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു. ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലം സന്ദർശിച്ചു. എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് EPC മോഡൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ അത് ഡിസൈൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇത്ര വർഷത്തേക്കുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പരിശോധിക്കാം. സാറിന് ഇതിലൊന്നും വരാൻ സാധ്യതയില്ല. ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ സ്ഥലത്തെത്തി വീഴ്ചയുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചു. വിദഗ്ധ സമിതി പരിശോധിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രോജക്ട് ഡയറക്ടർ. This was erected some 10 days before itself we are erected. Before erecting itself we are doing stressing also. That time also no issues. This is one girder fell in another girder. So that's what is happened. We are having one expert committee already reported to NHA headquarters. They will come and explore the damages and what happened in this one also, and we will be very cautious in future also. ബൈപ്പാസ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവും നിർമ്മാണ കമ്പനിയുടെ അലംഭാവവുമാണ് ഗർഡറുകൾ നിലംപതിക്കാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഒരുപക്ഷെ ഭാഗ്യം തുടച്ചിലായിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളിലും കൂട്ട നിലവിളികൾ ഉയർന്നേനെ. ആലപ്പുഴ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ, കാർ പാർക്ക് ചെയ്യാനെത്തുന്നവർ, പ്രഭാത സവാരിക്കെത്തുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ആരുടെയെങ്കിലും കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ ഇടപെടൽ കൊണ്ടോ അല്ല, വേറും ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ഒരാൾ പോലും ഈ അപകടത്തിൽ പെടാതിരുന്നത്. ഇത് മേൽനോട്ട പിഴവാണ്, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇതിലെന്താണെന്ന് അന്വേഷിച്ച് നടപടി ഉണ്ടാകുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ്. പല ആളുകളും അവരുടെ സന്ദേശങ്ങളിൽ ചോദിക്കുന്നു, എന്താണ് കേരളത്തിൽ ഇങ്ങനെ മോശം വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്? കാരണം മോശം കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, അതെല്ലാം വാർത്തയാകുന്നു, ആളുകളെ അറിയിക്കുന്നു, നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള അപകടങ്ങൾ, വിപത്തുകൾ സംഭവിക്കുന്നുണ്ട് എന്നത്. നമുക്കൊരു നിവൃത്തിയുമില്ല ഈ വാർത്തകൾ വാർത്തകളായി തന്നെ അവതരിപ്പിക്കുക എന്നതല്ലാതെ. നമുക്ക് നോക്കാം ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.